ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ആണ്. അതായത് പൊസിഷൻ വേഴ്സസ് ടൈം ഗ്രാഫ്, ദെൻ വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ്സ് ആണ്. ഇപ്പോൾ ഒന്ന് വന്നാൽ അടുത്ത ഗ്രാഫ് എങ്ങനെ വരയ്ക്കും, ഇപ്പോൾ പൊസിഷൻ ടൈം തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി ടൈം എങ്ങനെ വരയ്ക്കും, ആക്സിലറേഷൻ ടൈം എങ്ങനെ വരയ്ക്കും, ഇതൊക്കെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം പൊസിഷൻ വേഴ്സസ് ടൈം ഗ്രാഫ്, എക്സ് ടി ഗ്രാഫ് എന്നല്ലേ പറയും. ഇതിൻ്റെ കാര്യം നമുക്കറിയാം. പൊസിഷൻ വേഴ്സസ് ടൈം, ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് നമ്മളിപ്പോൾ ഒറിജിനൽ വിത്ത് റെസ്പെക്ട് തീറ്റ എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ. ഇതാണ് സ്ലോപ്പ്, ഇതാണ് വെലോസിറ്റിയാണ് തരുന്നത് അല്ലേ. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് അല്ല പൊസിഷൻ ടൈം ഗ്രാഫ്, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ആയിരിക്കും. പിന്നെ ടാൻ തീറ്റ എഫ് തീറ്റ ഈസ് മെഷർഡ് ഫ്രം ദ എക്സ് ആക്സിസ്, ഇതൊക്കെ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്, രണ്ട് മൂവിങ് പാർട്ടിക്കിൾ. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വന്നു, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്, രണ്ട് പാർട്ടിക്കിൾസ് എയും ബിയും. ഈ രണ്ട് പാർട്ടിക്കിൾസാണ്. ഇപ്പോൾ എ മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രിയും ഇപ്പോൾ ബി മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രിയും വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ നമ്മൾ ചോദിച്ചിരുന്ന വാട്ട് ഇസ് ദ റേഷ്യോ വെലോസിറ്റി വി എ ബൈ വി ബി എന്തുവാണെന്നാണ്. അപ്പോൾ ആംഗിൾ തന്നിട്ടുണ്ട്, അപ്പോൾ വെലോസിറ്റി കാണാൻ എന്തുവാണ്? വി എ ബൈ വി ബി ഈസ് ഈക്വൽ ടു ടാൻ 30 എടുത്താൽ മതി ഫോർ എ ആൻഡ് ടാൻ 45 എടുത്താൽ മതി ഫോർ ബി. അപ്പോൾ ഇതെന്താണ്? 1/√3 ഡിവൈഡ് ബൈ 1 ഇസിക്വൽ 1/√3. ഇപ്പോൾ റേഷ്യോ എന്താണ്? 1:√3. കണ്ടോ? ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് റേഷ്യോ വെലോസിറ്റി നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഗ്രാഫും വെച്ച് നമ്മൾ കുറച്ച് അനാലിസിസ് നടത്താൻ പോവാണ്. ഇപ്പോൾ ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് പൊസിഷൻ വേഴ്സസ് ടൈം. സപ്പോസ് പൊസിഷൻ കോൺസ്റ്റൻ്റ് ആണ്, ഒറിജിൻ ഇതാണ്, പൊസിഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഏത് ഡിഫറെൻറ്റ് ടൈംസിലും, ഇപ്പോൾ T1 T2 ഡിഫറെൻറ്റ് ടൈംസിലും പൊസിഷൻ സെയിം ആണ്. അപ്പോൾ എന്താണ്? ദാറ്റ് ഇംപ്ലൈസ് ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ വെലോസിറ്റി ഉണ്ടോ ഇതിന്? ഇല്ല. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കുക. പൊസിഷൻ കോൺസ്റ്റൻ്റ് ആണ്, ബോഡി ഈസ് അറ്റ് റെസ്റ്റ് ആൻഡ് വെലോസിറ്റി ഈസ് 0. രണ്ടാമത്തത് പൊസിഷൻ ടൈം, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം. ഒറിജിൻ ഇതാണ്, ഇങ്ങനെ ലീനിയറായിട്ട് വേരി ചെയ്യുന്നു. അപ്പോൾ ഇതാണ് തീറ്റ ആണല്ലോ. അപ്പോൾ തീറ്റ ഇവിടെ നോക്കൂ, ഇവിടുത്തെ തീറ്റയും നമ്മൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ വരച്ച് ഇവിടുത്തെ തീറ്റ എല്ലാ ആംഗിളും ഈക്വലാണ്. അപ്പോൾ തീറ്റ കോൺസ്റ്റൻ്റ് ആണ്. തീറ്റ കോൺസ്റ്റൻ്റ് ആണ്, ടാൻ തീറ്റ കോൺസ്റ്റൻ്റ് അല്ലേടാ? ടാൻ തീറ്റയും കോൺസ്റ്റൻ്റ് ആണ്. ടാൻ തീറ്റ കോൺസ്റ്റൻ്റ് ആയ ദാറ്റ് ഇംപ്ലൈസ് സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. അതായത് എന്താണ്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഉണ്ടോ? ഇങ്ങനെയാണ് ഇത് വരുന്നത്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയ ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ 0 ആണ് അല്ലേ? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, വെലോസിറ്റിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്, കാരണം തീറ്റ മേക്ക് ചെയ്യുന്ന ആംഗിൾ <90 ആണ് അല്ലേ, അക്യൂട്ട് ആംഗിൾ. സോ വെലോസിറ്റി പോസിറ്റീവ് ആണ്. പാർട്ടിക്കിൾസ് ഓഫ് മൂവിങ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ആക്സിലറേഷൻ 0 ആണ്. തേർഡ് കേസ് പൊസിഷൻ വേഴ്സസ് ടൈം. ഇങ്ങനൊരു ഗ്രാഫ് വന്നിരിക്കട്ടെ. ഇപ്പോൾ തീറ്റ മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും. തീറ്റ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് തന്നെയാണ്. നോക്കൂ, സ്ലോപ്പ് കോൺസ്റ്റൻ്റ്, കാരണം ഈ ആംഗിളും നമ്മൾ ഇവിടെ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന ഈ ആംഗിളും എല്ലാം ഈക്വലാണ്. പക്ഷേ തീറ്റ >90 ആണ്, ഒബ്റ്റ്യൂസ് ആണ് അല്ലേ. അപ്പോൾ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലായി. ബട്ട് വെലോസിറ്റി ഈസ് നെഗറ്റീവ്. കാരണം എന്താണ്? തീറ്റ >90, വെലോസിറ്റി ഈക്വൽ ടു ടാൻ തീറ്റ എന്നല്ലേ. അപ്പോൾ ടാൻ >90 എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഈസ് നെഗറ്റീവ് ആണ്, ആക്സിലറേഷൻ 0 ആണ്. ഇതാണ് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഫോർത്ത് വൺ നോക്കൂ, അടുത്ത ഒരു ഗ്രാഫ് പൊസിഷൻ വേഴ്സസ് ടൈം.
ഇത് മനസ്സിലാക്കി വയ്ക്കും, എന്നാലും വെച്ചാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇവിടെ നമുക്ക് 2 പോയിൻ്റ് എടുത്ത്, ഇപ്പം സപ്പോസ് എയും ബിന്ന് 2 പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ടാൻജൻറ്റ് ആൻഡ് വിത്ത് എക്സ് ആക്സിസ് വരച്ച് കഴിഞ്ഞാൽ ഇത് സപ്പോസ് θ1 എന്നും ഇത് θ2 എന്ന് എടുത്തു കഴിഞ്ഞാൽ θ2 അല്ലേ ഗ്രേറ്റർ ദാൻ θ1. അതായത് അപ്പോൾ tan θ2 ഗ്രേറ്റർ ദാൻ tan θ1 ആയിരിക്കത്തില്ല. അപ്പോൾ എന്താണ്, സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. കാരണം സ്ലോപ്പ് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി. വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ എന്താണ്, വാല്യൂ പോസിറ്റീവ്. ഇതിനൊരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്. ഷോർട്ട് ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ XT ഗ്രാഫിൻ്റെ കോൺകേവ് അപ്വേർഡ് ആണെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കും, വെലോസിറ്റി ഇൻക്രീസിങ് ആയിരിക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. 5ാമത്തെ ലാസ്റ്റ് XTയിൽ വരുന്ന ഗ്രാഫാണ് XT. ഇനി കോൺകേവ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ, സപ്പോസ് നമ്മളിവിടെ 2 പോയിൻ്റ് എടുത്തു. ഇപ്പോൾ സപ്പോസ് ഇത് ഒറിജിനാണ്, നമ്മളിവിടെ ഒരു പോയിൻ്റ് എടുത്ത് ഇവിടെ ഒരു പോയിൻ്റ് എടുത്ത് AB. അപ്പം നമ്മളിത് ഇങ്ങനെ വരച്ച് ഇതിങ്ങനെ വരച്ച് ഇത് θ1 ഇത് θ2. അത് θ1 ആണ് ഗ്രേറ്റർ ദാൻ θ2, അതറിയാമല്ലോ. അപ്പോൾ സ്ലോപ്പ് ഡിക്രീസിങ് ആണ്, കാരണം tan θ1 ഗ്രേറ്റർ ദാൻ tan θ2 ആണ്. അപ്പോൾ ബി പോയിൻ്റ് സ്ലോപ്പ് ഡിക്രീസിങ് ആണ്, അതായത് വെലോസിറ്റി അപ്പോൾ ഡിക്രീസിങ് ആണ്. അപ്പം ആക്സിലറേഷൻ എന്താണ്, ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. ഷോർട്ട് ട്രിക്ക് ഇങ്ങനെയാണ്, കോൺകേവ് XT ഗ്രാഫ് കോൺകേവ് ഡൗൺവേർഡ് ആണെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും, വെലോസിറ്റി ഡിക്രീസ് ചെയ്യുമായിരിക്കും. വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണ്. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ചിങ് വെലോസിറ്റി അല്ലേ, അതിനെ ബേസ് ചെയ്ത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വന്നു. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയാം, XT ഗ്രാഫ് വന്നിട്ട് നമുക്ക് ഇങ്ങനൊരു പടവും തന്നു. XT ഗ്രാഫ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പടവും തന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത് കോൺകേവ് അപ്പാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ് ഓർ ആക്സിലറേറ്റഡ് മോഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ ഫസ്റ്റ് ഗ്രാഫ്. സെക്കൻഡ് ഗ്രാഫ് കോൺകേവ് ഡൗൺവേർഡ് ആണ്, അപ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. റിട്ടാർഡഡ് മോഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനിയൊരു പ്രോബ്ലം ഞാൻ ചെയ്യാം. നമുക്കൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നിട്ട് കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് എന്താണെന്ന് ചോദിക്കും. അങ്ങനത്തുള്ള പ്രോബ്ലംസ് ചെയ്യും. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇപ്പോൾ തന്നേക്കുന്നു. വെലോസിറ്റി ആണ് ഇങ്ങനെ പോയി ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നേ. ഓക്കെ, അത് ഒറിജിനാണ്. എന്നിട്ട് നമ്മളിവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. XT, ഇതിനകത്ത് ഏതാണ് കറക്റ്റായിട്ടുള്ള XT ഗ്രാഫ്? XT. സി ഓപ്ഷൻ ഇങ്ങനെയാണ്, XT. ഡി ഓപ്ഷൻ XT. നോക്കൂ, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ അപ്പോൾ 0 to ഒരു പർട്ടിക്കുലർ ടൈം വരെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. 0 to ഒരു പർട്ടിക്കുലർ ടൈം സപ്പോസ് T1 എന്നുള്ളത് കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ XT ഗ്രാഫിൽ നമ്മൾ പറഞ്ഞു കോൺകേവ് അപ്വേർഡ് ആണെങ്കിൽ മാത്രമേ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ്. അപ്പോൾ കോൺകേവ് അപ്വേർഡ് ആയിരിക്കണം 0 to T1 ടൈം
അപ്പോൾ ഇതാണ് ഇവിടുത്തെ T1 ടൈമെങ്കിൽ ഇവിടെ കോൺകേവ് അപ്വേർഡായിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളതാണ്ട് ഇത്. അപ്പോൾ തന്നെ നമുക്ക് ആൻസറായി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കണ്ടോ, ഇനി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്ക് ആ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട. ഇത്രേ ഉള്ളൂ ആൻസർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയാൻ പോകുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് വി വേഴ്സസ് ടി ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് വരച്ചാൽ വി വേഴ്സസ് ടി വരച്ചാൽ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇത് തീറ്റ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടാൻ തീറ്റ എന്നറിയാം. മാക്സിൽ നിന്ന് നമുക്കിതറിയാം. എന്ന് വെച്ചാൽ ഡി വി ബൈ ഡി ടി അറിയാം. ഇതെന്താണ്? ആക്സിലറേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എപ്പോഴും ആക്സിലറേഷൻ ആയിരിക്കും. നമ്മൾ ഈ നടത്തിയ എക്സ് ടി ഗ്രാഫിൽ നടത്തിയ അതേ അനാലിസിസ് നമ്മളിവിടെ നടത്തും. ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി, ഇത് കുറച്ച് നമുക്ക് അനാലിസിസ് നടത്തുക. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അത് ഡിഫറെൻറ്റ് ടൈംസിൽ T1 T2 വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. സെക്കൻഡ് ഗ്രാഫ് വി ടി, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുവാണ് യൂണിഫോമിൽ. തീറ്റ കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് അല്ലേ? വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്, ആക്സിലറേഷൻ പോസിറ്റീവ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ എസ് ടി ഗ്രാഫ് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു എസ് ടി ഗ്രാഫ് കോൺവേർഡ് അപ്വേർഡ് ആകുമ്പോഴാണ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്, ആക്സിലറേഷൻ പോസിറ്റീവ്. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി ഇതിന് ഓപ്പോസിറ്റായിട്ട് വി ടി ഇങ്ങനെ വെലോസിറ്റി ഡിക്രീസിങ് കേസാണിത്. അതായത് ആക്സിലറേഷൻ അപ്പം നെഗറ്റീവ് ആയിരിക്കും. ഇതിൻ്റെ എസ് ടി ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ടി ആണിത്. എക്സ് ടി ഗ്രാഫ് ഇങ്ങനെ കുറയുന്നത് തൊട്ടായിരിക്കും, കോൺകേവ് ഡൗൺവേർഡ് ആയിരിക്കും. നാലാമത്തെ വി ടി ഗ്രാഫിനകത്ത് വരുന്നതാണ് ഇങ്ങനെ കോൺകേവ് അപ്വേർഡായിട്ട്. നമ്മൾ രണ്ട് പോയിൻ്റ് എയും ബിയും എടുത്തു കഴിഞ്ഞാൽ ഇത് സപ്പോസ് θ1 ഇത് θ2 ആണെങ്കിൽ θ2 ഗ്രേറ്റർ ദാൻ θ1 എന്നറിയാം. അപ്പോൾ tan θ2 ഗ്രേറ്റർ ദാൻ tan θ1. അപ്പോൾ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുവാണ്. സ്ലോപ്പ് ഇൻക്രീസിങ്, അതായത് വെലോസിറ്റി സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ ആക്സലറേഷൻ ഇൻക്രീസിങ് കേസാണ്. ആക്സലറേഷൻ ഈസ് ഇൻക്രീസിങ്. ഓക്കെ, മനസ്സിലാക്കി വയ്ക്കുക. അഞ്ചാമത്തത് വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫിൽ ഓപ്പോസിറ്റായിട്ട്. ഇത് സപ്പോസ് എ ഇത് ബിയും ആണെങ്കിൽ ഇത് θ1 ഇത് θ2 ആണെങ്കിൽ θ1 ഗ്രേറ്റർ ദാൻ θ2 എന്നറിയാമല്ലോ. അപ്പോൾ സ്ലോപ്പ് ഡിക്രീസിങ് ആണ്. സ്ലോപ്പ് ഡിക്രീസിങ് ആണ്, അതായത് ആക്സലറേഷൻ ഡിക്രീസിങ് കേസാണിത്. ആക്സലറേഷൻ ഡിക്രീസിങ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് കിട്ടുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫിന് അണ്ടറുള്ള ഏരിയ എന്താണ്? സപ്പോസ് നമ്മൾ എ ടു ബി എടുത്തു കഴിഞ്ഞാൽ ഏരിയ എന്തായിരിക്കും? സപ്പോസ് എ ടു ബി ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളൊരു സ്മോൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്ത് ഡി ടി എലമെൻറ്റ് ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻറ്റു വൈ അല്ലേ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അപ്പം ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഡി ടി ഫ്രം എ ടു ബി. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. വി ഡി ടി, ഈ വി ഡി ടി എന്ന് വെച്ചാൽ എന്താണ്? കാരണം വി എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി എന്നറിയാം. അപ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് വി ഡി ടി എന്നറിയാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ വി ഡി ടി എന്ന് പറയാം. അപ്പോൾ ഇതെന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തരുന്ന ഏരിയ. ഡിസ്പ്ലേസ്മെൻറ്റ് ഏരിയ ഈസ് ഗിവൺ ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓക്കെ, അത് ഓർത്തിരിക്കണം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് രണ്ട് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഇപ്പോൾ തന്നിട്ടുണ്ട്, വി ടി ഡയഗ്രാം. അപ്പം ഇതിൻ്റെ ഡയഗ്രാം ഇങ്ങനെയാണ്. ഇത് 4 ആണ്, ഇത് 0, ഇത് 2, ഇത് 4, ഇത് 6. ഓക്കെ, ഇത് തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ്
and distance covered by body in 6 seconds. എങ്ങനെ കാണുമെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഗിവൺ ബൈ ഏരിയ അണ്ടർ ദ കർവ്. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ അല്ലേ, ഈ ഏരിയ പ്ലസ് ഈ ഏരിയ പ്ലസ് ഈ ഏരിയ. അപ്പോൾ ഫസ്റ്റ് ഏരിയ 0 to 2 സെക്കൻഡിനുള്ള ഏരിയ എന്ന് പറയുമ്പോൾ എൻ്റെ എങ്ങനെ എടുക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എടുക്കും, 2 into 4 എന്നത്തോടെ. ഇനി 2 to 4 ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ എടുക്കും, ഇത് തന്നേക്കുന്നത് 2 ആണ്, ഇവിടെ -2 ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, 2 to 4 സെക്കൻഡ്സ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 2 into -2 ആണ് അല്ലേ. ദെൻ 4 to 6 ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഇത് 2 ആണ് കേട്ടോ, 2 into 2 ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ എഴുതും, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 8 - 4 + 4, ഇപ്പോൾ 8 മീറ്റർ ആണ്. അപ്പോൾ നമ്മളിവിടെ നെഗറ്റീവ് ഇൻക്ലൂഡ് ചെയ്യണം, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. അത് 8 പ്ലസ് ആ ചിഹ്നം എടുക്കണ്ട, നെഗറ്റീവ് എടുക്കണ്ട, കാരണം ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി 4 + 4 12 16 മീറ്റർ. വേണ്ട, ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, 8 മീറ്റർ. ഡിസ്റ്റൻസ് എത്രയാണ്, 16 മീറ്റർ. ഇത്രയേ ഉള്ളൂ. വേറെ ക്വസ്റ്റ്യൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇത് ഒറിജിനാണ്, ഇത് 3 ആണ് സെക്കൻഡ്സ്. ഓക്കെ, വെലോസിറ്റി 15 ആണ്, ഇത് മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. യൂണിറ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആക്സലറേഷൻ എന്താണ്, വാല്യൂ ഓഫ് ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് അല്ലേ. ഇപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇവിടെ എടുക്കണം. നമ്മളിപ്പം ഇത് സ്ലോപ്പ് എന്താണ്, നെഗറ്റീവാണെന്നറിയാം അല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി എടുക്കുമ്പം 15/3 എന്ന് കിട്ടും. ബട്ട് ഇത് നെഗറ്റീവാണ്, -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം എന്താണ്, സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താണ്, y2 - y1/x2 - x1. ഇത്രയും ചെയ്താൽ മതി. നെഗറ്റീവ് സ്ലോപ്പാണെന്നറിയാം, അപ്പം റിട്ടാർഡിങ് ആയിരിക്കും കേഴ്സ്. ഇനി ഒരു ടൈപ്പ് ഗ്രാഫുകളുണ്ട്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്, അല്ലെങ്കിൽ A vs T എന്ന് പറയും. അതിൻ്റെ ഏരിയ അണ്ടർ ദ കർവ് എന്തോന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഏരിയ എടുത്തു കഴിഞ്ഞാൽ A to B ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ അണ്ടർ ദ കർവ്, ഏരിയ അണ്ടർ AT ഗ്രാഫ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏരിയ എടുക്കുമ്പോൾ എന്ത് കിട്ടും, ADT എന്ന് കിട്ടത്തില്ലേ, ഇൻറ്റഗ്രൽ ADT. ഇൻറ്റഗ്രൽ ADT എന്താണ്, കാരണം A എന്ന് വെച്ചാൽ dv/dt എന്നറിയാം. അപ്പോൾ dv = ADT എന്നറിയാം. അപ്പോൾ V എന്ന് വെച്ചാൽ ഇൻറ്റഗ്രൽ ADT എന്നറിയാം അല്ലേ. അത് വെലോസിറ്റി കിട്ടും. ഇൻറ്റഗ്രേഷൻ എടുത്തില്ലെങ്കിൽ നമുക്ക് ADT എന്ന് എഴുതാം. ഇതെന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും അല്ലേ. ADT നമ്മളിവിടെ നോക്കൂ, കണ്ടോ, dv ആണ്, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിക്കാം, ചേഞ്ച് ഇൻ വെലോസിറ്റി കാണാനൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ അതും അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ ഇന്ന് ഗ്രാഫ്സാണ് നമ്മൾ ഡിഫറൻറ്റ് പഠിച്ചത്. അപ്പോൾ ഗ്രാഫിൻ്റെ തിയറി ഇന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതുകൂട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.